അധൈര്യപ്പെടരുത്. സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 16-17 വാക്യമാണ് നാം ചിന്തിക്കുന്നത്. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട്, രോഗത്തെ നോക്കിക്കൊണ്ട്, ആ നിന്ദയെ നോക്കിക്കൊണ്ട്, ആ സാമ്പത്തിക പ്രയാസത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന് പറയാനുള്ള സന്ദേശം, അധൈര്യപ്പെടരുത്. അധൈര്യപ്പെട്ടു പോകുന്ന തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, പക്ഷെ അധൈര്യപ്പെട്ടു പോകരുത്. 17-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. നീ അധൈര്യപ്പെടണ്ടെന്ന് പറയാൻ കാരണം, ദൈവം രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യയുണ്ട്. നിന്റെ കുടുംബത്തിൻ്റെ, നിന്റെ ബിസിനസ്സിൻ്റെ, നിന്റെ തലമുറകളുടെ ചുറ്റും അവനുണ്ടെങ്കിൽ ഒന്നിനെ കുറിച്ചും അധൈര്യപ്പെടേണ്ട. കർത്താവേ, അധൈര്യപ്പെടാതെ മുമ്പോട്ട് പോകാൻ കൃപ നൽകണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.